JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഹൈക്കോർട്ട് ഓഫ് കേരള കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ യോഗ്യത എന്തൊക്കെയാണ്, അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്താണ്, പരീക്ഷ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഹൈക്കോർട്ട് ഓഫ് കേരള നോട്ടിഫിക്കേഷൻ നെയിം ഓഫ് പോസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 സ്കെയിൽ ഓഫ് പേ 27,900 63,700. നമ്പർ ഓഫ് വേക്കൻസീസ് എത്രയാണ് വേക്കൻസീസ് ഉള്ളത്? 14/2024 ഫസ്റ്റ് NCA നോട്ടിഫിക്കേഷൻ. ദ സെലക്ഷൻ ഇയർ 2/9/2022 1/9/2024. മുസ്ലിംസ് 1. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഫ്രം ദ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിംഗ് ടു ദ കമ്മ്യൂണിറ്റി മെൻഷൻഡ് ഹിയർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. 15/2024 11 വേക്കൻസീസ് ആണ്, ഇൻക്ലൂഡിംഗ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്, റെഗുലർ വേക്കൻസീസ്. അടുത്തത് ഇതിന്റെ ഏജ് ലിമിറ്റ്, കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1988 ആൻഡ് 1/1/2006. ബോത്ത് ഡേയ്സ് ആർ ഇൻക്ലൂസീവ് ആർ എലിജിബിൾ ടു അപ്ലൈ. കാൻഡിഡേറ്റ്സ് ബിലോങ്ങിംഗ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ബോൺ 2/1/1983 1/1/2006. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് 2/1/1983 തൊട്ട് 1/1/2006 വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. കാൻഡിഡേറ്റ്സ് ബിലോങ്ങിംഗ് ടു അതർ ബാക്ക്വേർഡ് ക്ലാസസ് ബോൺ ബിറ്റ്വീൻ 2/1/1985 ടു 1/1/2006. അടുത്തത് എക്സ് സർവീസ്മാൻ ആർ എക്സ് ജനറൽ റിസർവ് എഞ്ചിനീയർ ഫോഴ്സ് പേഴ്സൺ ഓർ ഡിസ്എംബോഡീഡ് ടെറിട്ടോറിയൽ ആർമി പേഴ്സൺ ഇൻ റെക്കണിംഗ് ദ ഏജ് ഫോർ ദിസ് എലിജിബിലിറ്റി ഫോർ അപ്പോയിന്റ്മെന്റ് ക്യാൻ എക്സ്ക്ലൂഡ് ദ പീരീഡ് ഓഫ് ഹിസ് സർവീസ് in the defense forces or in the general reserve engineer force or in the territorial army. അടുത്ത ഏജ് റിലാക്സേഷൻ up to 15 years will be granted to the blind and deaf and dumb candidates and 10 years to the to candidates belonging to other categories of disabilities subject to the condition that in no case upper age limit shall exceed 50 years. Age relaxation up to 5 years will be granted to widows subject to the condition that no case upper age limit shall be exceed 50 years. അപ്പോൾ ഓരോരുത്തരുടെയും ഏജ് റിലാക്സേഷൻ ഉള്ളവരുടെയും അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എത്രയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം തരംതിരിച്ച് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ക്വാളിഫിക്കേഷൻ +2 ഓർ ഇക്വലന്റ് ആണ്. KGT ഹയർ ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്. ഡിസൈറബിൾ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ഓർ ഇക്വലന്റ്. അപ്പോൾ +2 ഓർ ഇക്വലന്റ്, KGTA ഹയർ ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്, ഡിസൈറബിൾ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ഓർ ഇക്വലന്റ്. അടുത്തത് മോഡ് ഓഫ് സെലക്ഷൻ എങ്ങനെയാണ്? സെലക്ഷൻ വിൽ ബി ഓൺ ദ ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആൻഡ് ടൈപ്പിംഗ് ടെസ്റ്റ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് വിത്ത് 75 minutes duration to be answered in OMR answer sheet will be consist of question from computer proficiency 50 മാർക്ക്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 30 മാർക്ക് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്. അങ്ങനെയാണ് ഇതിന്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. ടൈപ്പിംഗ് ടെസ്റ്റ് will be conducted only to those candidates shortlisted on the basis of the objective test. The typing test consists of typing speed test and computer proficiency test. Candidates may refer to the scheme for objective test and typing test appended to this notification. Application fee 500 രൂപയാണ്, ₹500 only. Scheduled caste, scheduled tribes, unemployed, differently abled candidates with benchmark disability are exempted from payment of application fee. അപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.